ഞാൻ വോട്ട് കൊടുത്തത് എന്നുള്ള അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമല്ല. ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. ഹലോ ഗൈസ്, ഇത് നമ്മൾ ഫസ്റ്റ് വോട്ടാണ് നമ്മൾ ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് സീ. ഗൈസ്, ഞങ്ങൾ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകും. അപ്പോ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകണം. നിലമ്പൂര് നിയോജക മണ്ഡലത്തെ ബൈ ഇലക്ഷൻ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് വേണ്ടി ആർക്ക് കൊടുക്കണം, ആര് ജയിക്കണം അല്ലേ എന്ന ഒരു എന്റെ ഫസ്റ്റ് വോട്ടായിരുന്നു കൊണ്ടുങ്ങൾക്ക്. എന്റെ ഫസ്റ്റ് വോട്ടായിട്ട് ഇങ്ങനെ പറയല്ലേ. എന്റെ ഫസ്റ്റ് വോട്ടായിട്ട് എന്താ പറയാനുള്ള വെച്ചാ, ഒരു നല്ല നായകൻ നിലമ്പൂരിന് വരണം. അപ്പൊ ആ ഒരു നല്ല നായകന് നിന്റെ ഒരു മിനിറ്റ് ഓട്ടോ പിന്നോടൊക്കെ ഒരു അഡ്വൈസ് എന്താ തരാനുള്ളേ? അഡ്വൈസ് എന്താ തരാനുള്ള വെച്ചാല്, പിന്നെ നല്ല ഒരു സ്ഥാനാർത്ഥിനെ തിരഞ്ഞെടുക്കുക. അതിൽ നമ്മൾ വിജയം, നമ്മൾ ആ ഓരോ ഭരണം കാണുമ്പോൾ നമുക്കൊരു ചാരിതാർത്ഥ്യം ഉണ്ടാവും. ഇവർക്കാണല്ലോ ഞാൻ വോട്ട് കൊടുത്തത് എന്നുള്ള. സപ്പോസ് നമ്മൾ വോട്ട് കൊടുത്ത അയാൾ തോറ്റു, നമുക്ക് എന്ത് ചാരിതാർത്ഥ്യം? അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമല്ല. ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. ഇത് നാളെ പുറത്താകുമ്പോ ചപ്പാത്തി കമ്പനിയിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ചായ ഉണ്ടാക്കാതെ ഇവിടുന്ന് ചായ കുടിച്ചാൽ വന്നിട്ട് എന്നായിക്കോട്ടെ. ഓക്കെ. സോ ഗൈസ്, ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ്. ഇമ്മയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പഠിപ്പിച്ചത്? ഞങ്ങളുടെ വോട്ടിൽ വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ് ഗൈസ്. തുടങ്ങുള്ളൂ. അയ്യോ, ഫോണുള്ളിൽ കയറ്റാൻ പറ്റില്ല. വിഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഖേദങ്ങൾ തീർക്കുന്നു. വരിയിൽ നിൽക്കുന്ന മമ്മി. ഗായ്സ്, ഫസ്റ്റ് വോട്ട് കഴിഞ്ഞു. വോട്ട് ചെയ്തോ? എങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് വോട്ട്? ഗായ്സ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ വോട്ട് ചെയ്ത് വീട്ടിൽ പോവാണ്. നമുക്ക് സ്വല്പ സമയം ചായ കുടിക്കാം. ഗൈസ്, ഞങ്ങൾ വോട്ട് ഒരുമിച്ച് ചെയ്തൊരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ പഠിച്ച സ്കൂളിലാണ് ഗൈസ്. അവരും എൻ്റെ മോളും പഠിച്ച സ്കൂളിലാണ് ഗൈസ് ഞങ്ങൾ വോട്ട് ചെയ്തത്. അതെ, ഞങ്ങൾ ഇലക്ഷൻ്റെ എന്താ പറയുക, ഇലക്ഷൻ വരുമ്പോഴേ എനിക്ക് ശരിക്കും എന്താ ഓർമ്മ വരികയാണ്. ഇപ്പം ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകും. ഇപ്പം ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്നത് നല്ല ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിക്കും ഞങ്ങൾ. അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം കുറേ പെൻസിലും പിന്നെ കയറും പല കളറ് നൂലും അവിടെ മൈക്കടബറും സ്കൂളുണ്ടോ? ഇല്ല. ഉണ്ടാവും. ആരാത്തിട്ടാണ് ആരെങ്കിലും നമ്മളറിയുന്നവരാരെങ്കിലും ആയിക്കാരോ. അതല്ല വേറെ സംഭവം അറിയാം. ഞാനേ വോട്ടേനുള്ളിൽ കയറിയല്ലോ, അതിന്റെ ഉള്ളിൽ ചെന്നിട്ട് എനിക്ക് ചിഹ്നം കാണില്ല. നോക്കിയില്ലേ? എന്നിട്ട് ഞാൻ ആളെ നോക്കി കൊടുത്തു. അല്ലാ, ഞാൻ എല്ലാ ചിഹ്നവും നോക്കി. ഇത് ഇതൊക്കെയാണല്ലേ. ഏത് അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു എന്താ പറയാ, കന്നി വോട്ടിന്റെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങനത്തെ ബോർഡില്ലേ. അപ്പം നമ്മള് കന്നി വോട്ടിന്റെ ബ്ലോഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും.